ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് വീതിയുള്ളൊരു ബ്രഷ് എടുത്തിട്ട് സ്കൈ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ബോട്ടിൽ ആദ്യമേ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. അതിനുശേഷം രണ്ടാമതൊരു കോട്ടും കൂടി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായിട്ട് വരുന്നിടം വരെ നമുക്കൊരു 2-3 കോട്ട് പെയിൻറ്റ് അടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നേരെ നമ്മൾ 3 കോട്ട് പെയിൻറ്റ് അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തിട്ടുള്ളൊരു ബോട്ടിലാണിത്. അപ്പോൾ ഞാൻ ആ സ്കൈ ബ്ലൂ കളർ മാറ്റി ഈ ഒരു കളറ് കൊടുത്തിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മെറ്റാലിക് കളറാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു ലൈറ്റ് പീച്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കയ്യിലുള്ളതോ അല്ലെങ്കിൽ ഏതാണോ കൊടുക്കാൻ ഇഷ്ടമുള്ള കളറ് അത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ മെറ്റാലിക് കളറും അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വൂളൻ ത്രെഡാണ്, ഗ്രീന് ബ്ലൂ കളറ്. പിന്നെ ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചെറിയ റെഡ് ലൈറ്റ് ക്രീം കളറ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ കുത്തലുപൊടി പോലൊക്കെ ഇരിക്കുന്ന ഒരു സൈസിലെ പേളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരാം. പിന്നെ ഇത് സർദോസിയാണ്. പിന്നെ നമ്മളിവിടെ സ്റ്റിഫ്നർ എടുത്തിട്ടുണ്ട്. ആ സ്റ്റിഫ്നറെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് പീകോക്കിനെ. അപ്പം ഇത് ഇങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ ഇതിനെ വരച്ച് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനി വേണ്ട ഈ 2 ഭാഗങ്ങളും നമുക്കിങ്ങനെ ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം വേണ്ട നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെറ്റാലിക് കളറ് ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗോൾഡൻ കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം ഇത്. അപ്പം നമ്മുടെ ഗോൾഡൻ കളറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോൺ ചെയിനും കൂടി വേണമായിരുന്നു. ഞാൻ ഫസ്റ്റ് ആ മെറ്റീരിയൽ കാണിച്ച് കൊടുത്ത് ഇത് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോസ് എന്നും രാവിലെ 11 മണിക്കാണ് വരുന്നത്. അതൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുത്തേക്കണം. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പം വേണ്ടേ നമ്മൾ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ആ ഗ്ലൂ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് റെഡ് കളർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സർദോസിയാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ആ ഗം അപ്ലൈ ചെയ്തെടുത്തോട്ട് നമുക്കിതൊന്ന് തൂക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് ലൈറ്റ് ക്രീം കളർ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്.
ഇനി ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇവിടെ സ്റ്റിഫ്നർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോൺ അതിലൊന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മളിവിടെ സ്കൈ ബ്ലൂ കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പിന് നമ്മൾ ഈ വൂളൻ ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ആ സ്റ്റോണിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ സ്കൈ ബ്ലൂ കളർ വൂളൻ ത്രെഡ് 2 തവണയൊന്ന് ചുറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. ഇതും ആ ഷേപ്പിന് തന്നെ ഒരു 2 തവണ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഒരു 15 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ സ്റ്റിഫ്നറിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമ്മൾ എത്ര വലുപ്പത്തിനുള്ള മയിലിനെയാണോ വരച്ചെടുക്കുന്നത് അതിനനുസരിച്ച് ഈ പീസിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരും. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. അപ്പം വേണ്ട നമ്മൾ ആ പീക്കോക്കിൻ്റെ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചീത്ത വശത്തായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ബോട്ടിലെടുത്ത് ഈ ഒരു ഏരിയയിലായിട്ട് അതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സർദോസി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു 3 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പേളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഒരു ഗോൾഡൻ കളർ പേള്. ഇനി നമുക്ക് ബാക്കി പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഈ ഒട്ടിച്ചതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നില്ലേ,
അവിടെ നമ്മൾ മെറ്റാലിക് ഗോൾഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്ലൈനായിട്ടും ഈ ഗോൾഡൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ആ സ്റ്റിഫ്നറിൻ്റെ വൈറ്റ് കളറൊക്കെ ചിലപ്പം തെളിഞ്ഞ് കാണുന്നുണ്ടായിരിക്കും. അതേലും കൂടി കൂട്ടി വേണം അടിച്ചു കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മരമൊക്കെ കൊടുക്കേണ്ടവർക്ക് വേണേൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല.